ചേട്ടായിമാരെ നമ്മൾ ഇപ്പോൾ രാവിലെ കടയ്ക്ക് വന്നതാണ്. കടയ്ക്ക് വന്നപ്പോൾ അടിപൊളി ഒരു ന്യൂസ് കിട്ടിയിരിക്കുന്നു. ന്യൂസ് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പണി കിട്ടിയ ന്യൂസാണ്. എന്താ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കടയുടെ സൈഡിലൊരു മരമുണ്ട്. ആ മരം വന്നിട്ട് മരത്തിൻ്റെ സൈഡിൽ എന്താ വിണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് നോക്കിയതായിരുന്നു. സംഭവം അങ്ങനെ വിണ്ട് നീളത്തിലുണ്ട്. വിണ്ട് സാധനം മരം ചരിഞ്ഞ് നിൽക്കുകയാണ് ഇന്നലത്തെ മഴയിൽ. അപ്പോൾ ഇന്നും കൂടി മഴ പെയ്താൽ എൻ്റെ കട ഡും എന്നുള്ള ലെവലിലേക്കാണ് വരുന്നത്. ഞാൻ ബിസ്മയിൽഖാനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ PWDൻ്റെ മരമാണ്. ഞാൻ വിളിച്ച് ഇപ്പോൾ അങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ നിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മരം ചരിഞ്ഞ് നിൽക്കുന്ന ആ ഒരു സെറ്റപ്പ് നിങ്ങൾ നോക്കിക്കോട്ടോ. നമുക്ക് കാറ്റ് നോറ്റ് വേനൽക്കാലം ഫുള്ളും തണലായിരുന്നു. നല്ല അടിപൊളി മരമായിരുന്നു കടയുടെ സൈഡിൽ. നമുക്ക് ഇരിക്കാനും സൗകര്യമൊക്കെ ആയിരുന്നു. ഇപ്പോൾ മൊത്തം സാധനം എന്താ വിണ്ടിരിക്കുന്നുണ്ടോ. രാവിലെ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതെന്താ അപ്പോൾ അത് ഭൂമി കുലുങ്ങിയ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയതായിരുന്നു. നോക്കുമ്പോഴല്ലേ സംഭവം മനസ്സിലായത്. സാധനം ചരിഞ്ഞ് കടയുടെ സൈഡിലേക്ക് നിൽക്കുകയാണ്. ചെയ്യാനൊന്നും പറ്റില്ല. അവർ വന്ന് മുറിക്കാനുള്ള പരിപാടി ചെയ്യാനേ പറ്റുള്ളൂ. എന്തോ ഈ ലെവലിൽ നിൽക്കുന്നത് നമ്മുടെ വലിയ ഭാഗ്യം എന്ന് പറയാൻ പറ്റുള്ളൂ. ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനം രാവിലെ വരുമ്പോഴേക്കും മൊത്തം മേത്ത് വീണ് കിടക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട മൊത്തം പോയില്ലേ. അപ്പോൾ ദൈവാനുഗ്രഹം ഉണ്ടെന്ന് പറയാം. അപ്പോൾ അവരൊന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മരത്തിൻ്റെ അവസ്ഥ ഇതാണ്. കണ്ട നമ്പറൊക്കെ എഴുതിക്കണ്ട PWയുടെ നമ്പർ. അത് വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പണി ഉറപ്പായി കിട്ടും. അവരടുത്ത് പറയാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കടയുടെ മേത്തേക്ക് അങ്ങനെ ചരിഞ്ഞ് കിടക്കുന്ന ഒരു ഇതാണ് കാണുന്നത്. മൊത്തം ചരിഞ്ഞ് കണ്ടോ. ആ മേത്ത് അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 8ൻ്റെ പണി കിട്ടിയെന്ന് പറയാൻ പറ്റുള്ളൂ. രാവിലെ എണിച്ച ടൈം വരെ. ഇപ്പോൾ ഇസ്മയിൽഖാൻ പിന്നെ വീണ്ടും വിളിച്ചായിരുന്നു. അപ്പോൾ അവർ ഞായറാഴ്ചയല്ലേ അവർ PWൻ്റെ ആൾക്കാർ വരുമോ എന്നറിയില്ല പറഞ്ഞു. എന്തായാലും വരണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവർ വരാതെ നമുക്കൊന്നും ചെയ്യാനോ കാര്യങ്ങളോ പറ്റില്ല. പിന്നീട് ലാസ്റ്റ് അത് വലിയ മനസ്സുമുട്ടായിട്ട് വരുവേ. അതുകൊണ്ടേ അപ്പോൾ നോക്കട്ടെ, ഞാൻ ഒന്നും കൂടി വിളിച്ചിട്ട് ഇപ്പോൾ ഞാൻ വിളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പനി പിടിച്ച് അതിലേറെ ആയിട്ട് ഇവിടെ ഇരിപ്പാണ്. അതിൻ്റെ ഇടയിൽ കൂടെയാണ് രാവിലെ വരുമ്പോൾ മരം വീണ ലെവലിൽ ചരിഞ്ഞും കൊണ്ട് നിൽക്കുന്ന സെറ്റപ്പ് കാണുന്നത്. ഇപ്പോൾ പഞ്ചായത്തിൽ നിന്ന് വിളിച്ച് കഴിഞ്ഞപ്പോൾ അവർ നോക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ചെയ്തൊന്ന് വെട്ടാനുള്ള പരിപാടി ചെയ്യണം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ മരം നിൽക്കുന്നതിൻ്റെ സെറ്റപ്പ്. നമ്മുടെ കടയിലേക്ക് താങ്ങായിട്ട് കടയുടെ ബലത്തിൽ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന സെറ്റപ്പാണ് കാണുന്നത്. എന്തോ ഒന്ന് വൈകുന്നേരം കഴിഞ്ഞാൽ ഇന്നും കൂടി പെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായി വീഴും. ആ ലെവലിലേക്ക് കാണട്ടെ. അപ്പോൾ എന്താ നോക്കട്ടെ. അവർ വന്നിട്ട് ഇനിയിപ്പോൾ മുറിക്കാനുള്ള സെറ്റപ്പ് പറയുമോ അതോ ഇനിയിപ്പോൾ നമ്മൾ മുറിക്കേണ്ടി വരുമോ എന്നും അറിയില്ല. അപ്പോൾ അവർ വരട്ടെ എന്ന് പറഞ്ഞിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ നോക്കാം.